ഹലോ, ബിൽഡ് യുവർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ പൊളൈറ്റി. ഓക്കെ, അപ്പൊ അതിനകത്ത് തന്നെ കേൾക്കുമ്പോൾ തന്നെ അറിയാം കൂടുതലായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾസ്, പാർട്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഒരുപാടുണ്ട്. ഇത് നമ്മൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ബ്രീഫ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യൻ പൊളൈറ്റിയെ കുറിച്ച് അറിയുന്നതിന് മുൻപ് ഇന്ത്യയെ കുറിച്ച് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ. ഇത് വെറും ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ഇന്ത്യയുടെ ഭരണം എങ്ങനെയാണ്? പാർലമെന്ററി സിസ്റ്റം ആണ് അല്ലെ? ഇന്ത്യയുടെ ഗവൺമെന്റ് പാർലമെന്ററി സിസ്റ്റം ആണ്. ക്യാപിറ്റല് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ ക്യാപിറ്റല്. 29 സ്റ്റേറ്റ്സും 7 യൂണിയൻ ടെറിട്ടറീസുമാണ് ഇന്ത്യയിലുള്ളത്. 29 സ്റ്റേറ്റ്സും 7 യൂണിയൻ ടെറിട്ടറീസും. ഇൻഡിപെൻഡൻസ് ഡേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ്? 15 ഓഗസ്റ്റ് 1947. 1947 ഓഗസ്റ്റ് 15 തീയതിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. റിപ്പബ്ലിക് ഡേ, റിപ്പബ്ലിക് ഡേ നമ്മൾ ആഘോഷിക്കുന്നത് 1950 ജനുവരി 26 റിപ്പബ്ലിക് ആയത്. ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഈ രണ്ട് ഡേറ്റും അതുപോലെ തന്നെ ഒക്ടോബർ 2. ഒക്ടോബർ 2 എന്താ? ഗാന്ധി ജയന്തിയാണ് അല്ലെ? ഗാന്ധിജി ജനിച്ച ദിവസം. ഗാന്ധി ജയന്തി എന്ന് നമ്മൾ പറയും, ഗാന്ധി ഡേ. ഈ 3 ദിവസമാണ് നാഷണൽ ഹോളിഡേസ് ആയിട്ട് നടത്തുന്നത്. നാഷണൽ ഹോളിഡേസ് ആയിട്ട് കണ്ടുവരുന്നത് ഈ 3 ദിവസമാണ്. 15 ഓഗസ്റ്റ്, 26 ജാനുവരി, ഒക്ടോബർ 2. അപ്പൊ ഇതാണ് ഇന്ത്യയെ കുറിച്ചൊരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോഡാണ്. കോഡാക്കിയിട്ടുള്ള ഒരു റിട്ടൺ സിംഗിൾ ഡോക്യുമെന്റ് ആണ്. ഓക്കെ, റിട്ടൺ സിംഗിൾ ഡോക്യുമെന്റ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോഡ്സ് ആണ്, റിട്ടൺ സിംഗിൾ ഡോക്യുമെന്റ് ആണ്. ഇനി ഇത് വന്നത് 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഭരണഘടന എന്നൊരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു റിട്ട് പാസ് ചെയ്ത, റിട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് ഒരു കുറച്ചേറെ സമയം എടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ എവല്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കുന്നത്. കുറച്ചേറെ സമയം എടുത്തിട്ടാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതും അത് അപ്രൂവ് ചെയ്യണതും. നമുക്ക് ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ ആണ്, ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും അപ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ? അപ്പൊ അത് എങ്ങനെ അപ്രൂവ് ആക്കി, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞ ഒരു ടൈം ലൈൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. ഓർഡറിൽ തന്നെ ചെയ്യണം. 1934 MN റോയ് ആണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യണം എന്നൊരു ഐഡിയ കൊണ്ടുവന്നത്. 1934 MN റോയ്. അപ്പൊ 1934 MN റോയും ഐഡിയ വേണം. എന്താണ് 1934 MN റോയ് ഐഡിയ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഐഡിയ, അതൊരു ഫ്രെയിമിംഗ് കൊണ്ടുവരണം എന്നുള്ള ഐഡിയ കൊടുത്തത് MN റോയ്. അത് കഴിഞ്ഞ് 1935 എന്ത് സംഭവിച്ചു? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇങ്ങനെ ഒരു ഐഡിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് അവര് ഈ ഒരു ഡിമാൻഡ് മുന്നിലേക്ക് വെച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്തു, ഐഡിയ സപ്പോർട്ട് ചെയ്ത് അവർ ഈ ഒരു ഡിമാൻഡ്, ആ ഒരു ഐഡിയ സപ്പോർട്ട് ചെയ്തിട്ട് അതൊരു ഡിമാൻഡ് ആയിട്ട്, ഒരു ആവശ്യമായിട്ട് അവർ മുന്നോട്ടേക്ക് വെച്ചു. എന്താണ്? നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യക്കുള്ള ഭരണഘടന എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് വേണം എന്നുള്ള രീതിയിൽ. നമ്മൾ അതുവരെ ബ്രിട്ടീഷുകാരുടെ എന്താണോ റൂള് അതാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അല്ലാണ്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണം എന്ന് ആദ്യം പറഞ്ഞത് 1934 MN റോയ് ആണ്.
1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ലീഡേഴ്സ് അത് സപ്പോർട്ട് ചെയ്തിട്ട് അതൊരു ആവശ്യമായിട്ട് മുന്നോട്ടേക്ക് വെച്ചു. 1938 ജവഹർലാൽ നെഹ്റു INCക്ക് വേണ്ടിയിട്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു എന്ത് പറഞ്ഞു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയില്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയില് ഇന്ത്യക്കാര് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കണേ, 1938 ആണ്, അന്ന് നമുക്ക് സ്വതന്ത്രം കിട്ടിയിട്ടില്ല. ബ്രിട്ടീഷുകാരെ നമ്മള് തുരത്തി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നീട് കുറച്ചു കാലം കൂടിയേ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നുള്ളൂ. ഒരു 9 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വതന്ത്രം കിട്ടി. അപ്പൊ 1938 ജവഹർലാൽ INC ഒക്കെ നല്ല പ്രൊമിനന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ 1938 ജവഹർലാൽ നെഹ്റു INCക്ക് വേണ്ടി ഒരു ഡിമാൻഡ് കൂടെ വെച്ചു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുമ്പം ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഇന്ത്യക്കാര് മാത്രം മതി, ബ്രിട്ടീഷുകാരുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഒരു ഡിമാൻഡ് കൊണ്ടുവന്നു. അതിനുശേഷം 1940 ബ്രിട്ടീഷേഴ്സ് ഓഗസ്റ്റ് ഓഫർ, ഇതെന്താണ് ഈ ഓഗസ്റ്റ് ഓഫർ എന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ടോപ്പിക്സ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. 1940 ഓഗസ്റ്റ് ഓഫർ തരുന്ന സമയത്ത് ബ്രിട്ടീഷുകാര് ഈ ഡിമാൻഡ് അംഗീകരിച്ചു. എന്തൊക്കെ ഡിമാൻഡ്സ് ആണ്? നമുക്കൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യക്കാർ മാത്രമായിരിക്കും എന്നുള്ള ഡിമാൻഡ് ഒക്കെ അംഗീകരിച്ചിട്ട് അവര് ഓഗസ്റ്റ് ഓഫർ നമുക്ക് തരുകയാണ് ചെയ്തത്. അത് 1940 സംഭവിച്ചത്. ഓക്കെ, അപ്പൊ ഓഗസ്റ്റ് ഓഫറിന്റെ സമയവും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. 1940 ആണ്. അടുത്തത് 1942. ഇത് ഒരുമിച്ച് ഒരു ദിവസം അപ്പൊ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതിപ്പോ എന്താണ്, ഇത് ഇത്രയും കാലമൊക്കെ ഇതിന് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ആദ്യം ഒരു ഐഡിയ തന്നെ അത് അപ്രൂവ് ചെയ്യാൻ 1 വർഷം, പിന്നീട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ INC തന്നെ സപ്പോർട്ട് ചെയ്ത ഒരു കാര്യത്തിന് വേറൊരു ഡിമാൻഡ് വെക്കാൻ ഒരു 3 വർഷം, അത് കഴിഞ്ഞ് അത് ബ്രിട്ടീഷുകാർ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു 2 വർഷം. ഇത്രയൊക്കെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, 1947 മുമ്പാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. 1947 നമുക്ക് സ്വതന്ത്രം കിട്ടുന്നത്. അതുവരെയും നമ്മൾ എവിടെ തന്നെയാണ്? ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ന് ഒരു സപ്പോർട്ട് ചെയ്തു, നാളെ അടുത്ത ആൾ പോയി സപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർ ഒരുപാട് കൂടി ആലോചിച്ചും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തും ഒക്കെയാണ് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പൊ അതിനായിട്ടുള്ള സമയമാണ് ഈ പറയുന്ന ഇയർ ഗ്യാപ്പ് അല്ലെങ്കിൽ വർഷങ്ങളുടെ ഗ്യാപ്പ് വരുന്നത്. അപ്പൊ 1940 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു ഓഗസ്റ്റ് ഓഫർ വെച്ചിട്ട്. ഇനി 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് മുൻപ് ക്രിപ്സ് മിഷൻ എന്ത് പറഞ്ഞു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേൾഡ് വാറിന് ശേഷം മതി എന്ന് പറഞ്ഞു. 1939 വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1945 വേൾഡ് വാർ അവസാനിച്ചത്. അപ്പൊ 42 എന്ത് പറഞ്ഞു? വേൾഡ് വാർ കഴിഞ്ഞിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യാം എന്ന് പറഞ്ഞു. 1942 വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്രിപ്സ് മിഷൻ പറഞ്ഞ ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഒരു തീരുമാനമായിരുന്നു, ഒരു അഭിപ്രായമായിരുന്നു, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേൾഡ് വാറിന് ശേഷം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫോം ചെയ്താൽ മതി എന്നൊരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം അവര് മുന്നോട്ടേക്ക് വെച്ചു. അത് 1942 അങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ടേക്ക് വെച്ചത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? 34 മുതൽ 42 വരെ സംഭവിച്ച കാര്യങ്ങളാണ് അല്ലെ. 34 ഐഡിയ കൊണ്ടുവന്നു MN റോയി, 35 INC ലീഡേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്തു, 38 ജവഹർലാൽ നെഹ്റു എന്ത് പറഞ്ഞു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഇന്ത്യൻസ് മാത്രം മതി എന്ന് പറഞ്ഞു. 1940 ഓഗസ്റ്റ് ഓഫറില് ബ്രിട്ടീഷുകാർ ഈ ഒരു ഡിമാൻഡ് അംഗീകരിച്ചു. 42 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് തൊട്ട് മുന്നേ ആയിട്ട് ക്രിപ്സ് മിഷൻ എന്ത് പറഞ്ഞു? വേൾഡ് വാർ 2 കഴിഞ്ഞിട്ട് മതി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യണത് എന്ന് പറഞ്ഞു. ഇനി 46 ക്യാബിനറ്റ് മിഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തു. 46 ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തു. അതിനകത്ത് 389 സീറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചു. 389 സീറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. 296 ബ്രിട്ടീഷ് ഇന്ത്യ സീറ്റും 93 പ്രിൻസ്ലി സ്റ്റേറ്റ്സും. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് അറിയാലേ, പണ്ട് കേരളം ആയിരുന്നില്ല, എങ്ങനെയായിരുന്നു? മലബാർ രാജ്യം, തിരുവിതാംകൂർ രാജ്യം, ഇതൊക്കെ ആയിരുന്നു അല്ലെ. അപ്പൊ അങ്ങനത്തെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് 93 എണ്ണവും 296 ബ്രിട്ടീഷ് ഇന്ത്യ സ്ഥലങ്ങളുമായിരുന്നു. അങ്ങനെ ടോട്ടൽ 389 സീറ്റ്സ് ആയിരുന്നു ആദ്യമായിട്ട് ഫോം ചെയ്ത ക്യാബിനറ്റ് മിഷൻ
മിഷൻ ഫോം ചെയ്ത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റ്സ് ഉണ്ടായിരുന്നത് കോൺഗ്രസിനായിരുന്നു. 208 സീറ്റ്സ് ആണ് അന്ന് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അപ്പൊ 1946 ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യണത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. എവിടെ നിന്ന് എങ്ങനെയാ ചോദിക്കുക എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ കൂടിയിട്ടും ഇത് കുറച്ചുകൂടെ എത്ര സീറ്റ്സ് ഉണ്ടായിരുന്നു, അതിൽ എത്ര ബ്രിട്ടീഷ് സീറ്റ്സ് ഉണ്ട്, എത്ര പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ ഉണ്ട്, ദെൻ കോൺഗ്രസിന് എത്ര സീറ്റ്സ്, ഇതെല്ലാം തന്നെ എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി 1946 ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗ് നടന്നു. 211 മെമ്പേഴ്സ് വെച്ചിട്ട് ഫസ്റ്റ് മീറ്റിംഗ് നടന്നു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹ ആയിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ആദ്യത്തെ പ്രസിഡന്റ്. ആദ്യത്തെ മീറ്റിംഗ് നടന്നത് 211 മെമ്പേഴ്സിനെ വെച്ച് ഡിസംബർ 9 ഇനി ഡിസംബർ 11 പെർമനന്റ് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചുമതല ഏറ്റെടുത്തു. വൈസ് പ്രസിഡന്റ് ആയിരുന്നത് HC മുഖർജിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്നത് BN റാവു ആണ്. അപ്പൊ ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്തുള്ള എല്ലാം, ഈ പറയുന്ന വീഡിയോസിനകത്തുള്ളത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന സബ്ജക്റ്റുകൾ ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ഇങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാംസിന് എന്തൊക്കെയാണോ ചോദിക്കുന്നത് ആ പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത്, അത് ഈ സബ്ജക്റ്റിന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ കൂടിയിട്ടും ഈ ഒരു സബ്ജക്റ്റുകളിൽ കൂടുതലായിട്ടും അത്യാവശ്യം വേണ്ട എക്സാമിന് റിപ്പീറ്റ് ആയി ചോദിച്ചുകൊണ്ടിരുന്ന പോയിന്റ്സ് വെച്ചിട്ടാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ക്ലാസ് ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ആവശ്യമില്ലാത്ത ഒരു പോയിന്റ് പോലും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പം 11 ഡിസംബർ 1946 പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും വൈസ് പ്രസിഡന്റ് ആയിട്ട് HC മുഖർജിയും കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിട്ട് BN റാവു ചുമതലയേറ്റു. അതിനുശേഷം 1947 ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊടുത്തു. ഫിലോസഫിക്കൽ സ്ട്രക്ചർ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫിക്കൽ സ്ട്രക്ചർ കൊണ്ടുവന്നു. അത് ജൂലൈ 22, 1947 ജൂലൈ 22 ആ ഒരു സ്ട്രക്ചർ പാസ്സായത്. നമ്മൾ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു അസംബ്ലി അങ്ങനെ എന്ത് നമ്മൾ ഫോം ചെയ്താലും അതിനൊരു അജണ്ടയും അതിനൊരു റൂളും വേണം അല്ലെ. വെറുതെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ വെറുതെ നമ്മളിപ്പോ ഈവൻ ഇന്നത്തെ കാലത്ത് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ പോലും എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട്, ഇങ്ങനെയാണ് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് പോലും സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ അന്ന് ഇങ്ങനൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൊണ്ടുവരുമ്പോ അതിന് പ്രോപ്പർ ആയിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഫിലോസഫി വേണം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഫിലോസഫിക്കൽ സ്ട്രക്ചർ കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അത് 22 ജൂലൈ 1947 പാസ്സാക്കിയത്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള എല്ലാവരും അത് അംഗീകരിച്ചത് ജൂലൈ 22, 1947 ഇനി 1947 ജൂൺ 3 ലോർഡ് മൗണ്ട് ബാറ്റൻ എന്ത് ചെയ്തു? 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, നമ്മളിപ്പോ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിരുന്നു അല്ലെ, അദ്ദേഹം അതിന് എന്ത് ചെയ്തു? 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആക്കിയിട്ട് മാറ്റി. അത് അപ്പൊ എന്തായി? നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് എത്ര സീറ്റ്സ് ആയിരുന്നു? 389 സീറ്റ്സ് ആയിരുന്നു. 2 എണ്ണം ആക്കിയപ്പോ 299 സീറ്റായി. ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തു. ഇപ്പോ ജൂൺ 3 1947 ജൂൺ 3 അങ്ങനെ 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്നും ആദ്യത്തെ പാർലമെന്റ് അല്ലെ. നമുക്കിപ്പോ അറിയണത് ഇങ്ങനത്തെ 2 അസംബ്ലീസ് ആണ്. നമ്മളിവിടെ എന്ത് ചെയ്യാറുണ്ട്? നമ്മള് പാർലമെന്റ് ഇലക്ഷനും നടത്താറുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷനും നടത്താറുണ്ട് അല്ലെ. നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? MP ഇലക്ഷൻ, MLA ഇലക്ഷൻ. ഈ പറയുന്ന ഇത് രണ്ടും എന്താണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് ആണ്. എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ട് അല്ലെ. MLA ഇലക്ഷൻ എന്ന് പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി എല്ലാ രാജ്യങ്ങളും, നിയമസഭ, രാജ്യസഭ എന്ന് നമ്മൾ പറയുന്ന 2 കാര്യങ്ങൾ. അത് അങ്ങനെ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിരുന്നു. ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? GV മൽവങ്കർ ആണ്. GV മൽവങ്കർ ആണ്
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലെ ആദ്യത്തെ സ്പീക്കർ. ചെയർമാൻ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അങ്ങനെ 1947 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വന്നത് എന്നാണെന്ന് ചോദിച്ചാല് 1947 നവംബർ 26 ഫോം ചെയ്തത്. ദെൻ അതിനുശേഷം ആ ഒരു നാൾവഴികള്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നിട്ട നാൾവഴികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനകത്തുള്ള ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് 35 ഒരു ഐഡിയ കൊണ്ടുവന്നു എന്ന് തുടങ്ങി 49 അത് ഫോം ചെയ്തു അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി എന്ന് പറയുന്നത് വരെയുള്ള ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഇയർ വെച്ച് തന്നെ അത് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ 35 ഐഡിയ കൊണ്ടുവന്നു, അതിനുശേഷം 34 ഐഡിയ കൊണ്ടുവന്നു, 35 ഫോം സപ്പോർട്ട് ചെയ്തു, 38 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻസ് മതി എന്ന് പറഞ്ഞു, 40 ബ്രിട്ടീഷുകാർ അത് അക്സെപ്റ്റ് ചെയ്തു, 42 പറഞ്ഞു വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഫോം ചെയ്യാമെന്ന്, 46 അത് കഴിഞ്ഞ് 46 എന്ത് സംഭവിച്ചു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തു. 389 സീറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡിസംബറിൽ ആദ്യത്തെ മീറ്റിംഗിൽ 211 മെമ്പേഴ്സ്. സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. ഡിസംബർ 11 പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചുമതലയേറ്റു. വൈസ് പ്രസിഡന്റ് HC മുഖർജി ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ BN റാവു ആയിരുന്നു. ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഒരു ഫിലോസഫിക്കൽ സ്ട്രക്ചർ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഫിലോസഫിക്കൽ സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഓത്ത് അത് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനുശേഷം അത് പാസ്സാക്കിയത് 1947 ജൂലൈ 22 ഈ ഒരു ഫിലോസഫിക്കൽ സ്ട്രക്ചർ എല്ലാം പാസ്സാക്കിയത്. അതിനുശേഷം 1947 ജൂൺ 3 ലോർഡ് മൗണ്ട് ബാറ്റൻ 2 കോൺസ്റ്റിറ്റ്യൂന്റ്, നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിരുന്നു ഫോം ചെയ്തത്, 389 സീറ്റ് ഉള്ളത്. അതിന് പകരം 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് ആക്കി 299 സീറ്റ്സ് ആയിട്ട് കുറഞ്ഞു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുകയാണ് ചെയ്തത്. ആദ്യത്തെ സ്പീക്കർ ജി വി മാവലങ്കർ ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് 1947 നവംബർ 26 അപ്പൊ ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നിട്ട നാൾവഴികൾ. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസും പൊളിറ്റിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ആർട്ടിക്കിൾസും പാർട്സും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് കാണുന്നതായിരിക്കും. ഇപ്പൊ ഇതിൽ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു പോയിന്റ് പോലും വിടാണ്ട് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എഴുതി തന്നെ പഠിക്കുക, ഇതെല്ലാം എഴുതി വെക്കുക എന്നിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതുവരേക്കും കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.